അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത് നമുക്ക് കാണാം, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അന്ന് റസൂൽ പറയും, എൻ്റെ റബ്ബേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് അവർ ഖുർആനിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഹജർ എന്ന വാക്ക് നമുക്കറിയാം, അത് ബന്ധങ്ങൾ ചേർക്കുക എന്നതിനോട് വിപരീതമായിട്ട് വരുന്ന ഒരു പദമാണ്. അതായത് ഒരു കാര്യത്തിൽ നിന്ന് അകലുകയും അത് കൈവെടിയുകയും ചെയ്യുക എന്ന് സാരം. അപ്പോൾ ഈ ഖുർആനെ ഹജർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് 4 അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അദ്ദേഹം പറഞ്ഞു, ഹജറു സമാഇഹി വ ഖിറാഅത്തിഹി, ഖുർആൻ കേൾക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ അത് പാരായണം ചെയ്യുക എന്നതും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുവൻ ഉപേക്ഷിക്കുക. രണ്ടാമത്തേത് ഹജറുൽ അമലി ബിഹി, ഒരുവൻ ഖുർആനിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് ഹജറു തഹ്കീമിഹി ഔ ഇത്തഹാകും ഇലൈഹി, അതായത് ഒരുവൻ ഖുർആനിൻ്റെ വിധികൾ സ്വീകരിക്കാതെ അവ തള്ളിക്കളയുന്ന അവസ്ഥ, അതുമല്ലെങ്കിൽ വിധി തീർപ്പിന് വേണ്ടി അവൻ ഖുർആനിലേക്ക് മടങ്ങാത്ത അവസ്ഥ. നാലാമത്തേത് ഹജറു തദബ്ബുരിഹി വ തഫഹുമിഹി, ഖുർആനിലുള്ള കാര്യങ്ങൾ, ആയത്തുകൾ, ആ ആയത്തുകളെ തൊട്ട് അതിൻ്റെ അർത്ഥങ്ങൾ എന്ന് തുടങ്ങിയവ അവൻ ഉറ്റാലോചിക്കാതിരിക്കുന്ന അവസ്ഥ, അവൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അവസ്ഥ. അല്ലാഹു മുസ്തആൻ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിനിടയിൽ ഉലമാക്കൾ പറയാറുണ്ട്, ഇത് സാധാരണക്കാരിൽ നിന്ന് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേറെ അറിവുള്ള സ്വാലിഹീങ്ങളിൽ നിന്ന് ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരവസ്ഥയാണ്. നസ്അലുല്ലാഹ അസ്സലാമു വൽ ആഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.